ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് നമ്മുടെ ചക്കപ്പഴമാണ് അല്ലേ. ചക്കപ്പഴമാണെങ്കിൽ വളരെ പോഷകമുള്ള ഒരു ഫ്രൂട്ടാണ്, നമുക്കെല്ലാവർക്കും ഇതറിയാം അല്ലേ. ഈ ചക്കപ്പഴം കൊണ്ട് നമുക്കിന്ന് ഒരു ശർക്കര പായസം ഉണ്ടാക്കിയാലോ. ശർക്കര പായസം വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചക്കപ്പഴവും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 സ്പൂൺ നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായിട്ട് അലിഞ്ഞു വന്നോട്ടെ. നെയ്യ് ഉരുകിയതിന് ശേഷം നമുക്ക് ഈ ചക്കപ്പഴം ഓരോന്നായിട്ട് ഓരോ ചുളയായിട്ട് നമുക്ക് ആ പാനിലോട്ട് നമുക്ക് ചേർക്കണം. ഇത് വളരെ ടേസ്റ്റിയായ ഒരു നല്ല സ്വീറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഈ ചക്കച്ചുളയാണെങ്കിൽ പാനിൽ ഓരോന്ന് വീതം നമുക്കിടണം. ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും കൂടെ നമുക്ക് ഈ നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചക്കപ്പഴമാണെങ്കിൽ നമുക്ക് ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലഡ് പ്രഷർ അതിനും നല്ലതാണ് കേട്ടോ. ബ്ലഡ് പ്രഷറൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ചക്കപ്പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഇതിന് വെറുതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഒരു ചെറിയ കുക്കറിൽ 1/4 ഗ്ലാസ് ചമ്പ പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു ചെറിയ കപ്പ് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ശർക്കര കൂടെ ചേർത്തിട്ടുണ്ട്. അരി നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് തേങ്ങയും ശർക്കരയും ചേർക്കാവൂ. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇത് നേരത്തെ നമ്മൾ ചക്ക വരട്ടിയ പാത്രമാണ് കേട്ടോ. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ട് ഡ്രൈ ഗ്രേപ്സൊക്കെ ഇട്ട് നമുക്ക് അതിനെ നന്നായിട്ട് മൂപ്പിക്കണം. കാഷ്യൂനട്ട് തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ വാൽനട്ട് ഉപയോഗിച്ചത്. വാൽനട്ടും ചേർക്കാം, നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ചേർക്കാം, ആൽമണ്ടൊക്കെ ചേർക്കാം. ഇനി 4 ഏലക്ക പൊടിച്ച് ഈ പായസത്തിലോട്ട് നമുക്ക് ചേർക്കണം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ചക്ക നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വഴറ്റിയത്, അതുകൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് കോരിയ നട്ട്സും കൂടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്ക് ചേർക്കണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.